വിദേശ പഠനത്തിന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡെസ്റ്റിനേഷനാണ് അമേരിക്ക എന്നുള്ളത്. എന്നാൽ നമ്മളുടെ കുട്ടികൾ പലരും ഈ അമേരിക്ക പരിഗണിക്കാതിരിക്കാൻ കാരണം ഒരുപക്ഷെ അമേരിക്ക ഭയങ്കര കോസ്റ്റ്ലിയാണ്, അല്ലെ അവിടെ അഡ്മിഷൻ കിട്ടുവാൻ വിസ കിട്ടുവാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന ചിന്തയാണ്. എന്നാൽ അറിയുക, ഈ UK-യിലും കാനഡയിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ അമേരിക്കയിൽ പഠിക്കുവാൻ അവസരങ്ങളുണ്ട് എന്ന് മാത്രവുമല്ല, അഡ്മിഷൻ കിട്ടി വിസയും കിട്ടിയതിന് ശേഷം മാത്രം ഫീസ് പേ ചെയ്താൽ മതിയാകും. പഠനവുമായിട്ട് കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് അമേരിക്കയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ മലയാളിയായിട്ടുള്ള ഡയറക്ടർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഈ US-ലെ സ്റ്റഡി അവസരങ്ങളൊക്കെ നമ്മളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് US-ലെ പെൻസിൽവാനിയയിലുള്ള ഗാനൻ യൂണിവേഴ്സിറ്റിയുടെ സൗത്ത് ഏഷ്യ അതേപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഡയറക്ടറൊക്കെ ആയിട്ടുള്ള മിസ്റ്റർ രതീഷ് രവി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സാർ വെൽക്കം. US സ്റ്റഡി ഓപ്ഷൻ അത് നമ്മുടെ കുട്ടികൾ അത്രയും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് US-ൽ പഠിക്കണം? അതിന് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ? ആ കാര്യങ്ങൾ സാർ ഒന്ന് സൂചിപ്പിക്കാമോ? ശരിക്കും പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ US-ൽ പഠിക്കുന്ന. കാരണം പറയാം, പല ആൾക്കാർക്കും അറിയത്തില്ലാത്തതെന്ന് വെച്ചാൽ ഏത് പ്രോഗ്രാം സെലക്ട് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇതിന്റെ എന്തെല്ലാം ബെനിഫിറ്റ്സ് നമ്മൾ ആരും അറിയത്തില്ലാത്തത്. നമ്മുടെ US-ൽ നമുക്ക് ബേസിക്കലി 2 തരം പ്രോഗ്രാം ഉണ്ട്. ഒന്ന് സ്റ്റെമ്മും നോൺ സ്റ്റെം പ്രോഗ്രാംസ് ആണ്. സ്റ്റെം എന്ന് പറയുമ്പോൾ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്. അതിൽ കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് ഈ മേഖലയുള്ള ബ്രെയിൻ ആണ്. അവർക്ക് എന്നും അവിടെ സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ഇങ്ങനത്തെ സ്റ്റെം പ്രോഗ്രാം, അത് 1 വർഷം പ്രോഗ്രാം ആണെങ്കിലും 1.5 ആണെങ്കിലും 2 വർഷം പ്രോഗ്രാം ആണെങ്കിലും അതേസമയം അത് മാസ്റ്റർ ലെവലിൽ, ബാച്ചലർ ലെവലിൽ പഠിച്ചാൽ പോലും അവർക്ക് 3 വർഷം സ്റ്റേ ബാക്ക് കിട്ടും. ഉദാഹരണം 1 ഇയറിന്റെ മാസ്റ്റേഴ്സ് പഠിച്ചാലും 3 ഇയർ US-ൽ സ്റ്റേ ബാക്ക് കിട്ടും. ഈ സ്റ്റെം ഡെസിഗ്നേറ്റഡ് പ്രോഗ്രാം കിട്ടും. ഉദാഹരണം ഇപ്പോൾ ഒരാൾ ബാച്ചിലർ പഠിക്കുന്നു, 4 വർഷം പഠിക്കുന്നിരിക്കും. 4 വർഷം പഠിച്ച് സ്റ്റെം പ്രോഗ്രാം ആണ്, അയാൾക്ക് 3 വർഷം സ്റ്റേ ബാക്ക് കിട്ടി. അതിനുശേഷം അയാൾ വന്നിട്ട് അയാളുടെ മാസ്റ്റർ പ്രോഗ്രാം 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു, വീണ്ടും 3 വർഷം കൂടെ സ്റ്റേ ബാക്ക്. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ H1B ഒക്കെ കൺഫേം ആയി പോയിരിക്കും. അതല്ലേ? അത് മാത്രമല്ല, ഈ ഒരു മേഖലയിൽ പഠിക്കുന്ന ആൾക്കാർക്ക് അവരുടെ സാലറി സ്കെയിലുകൾ എപ്പോഴും നല്ല സാലറി സ്കെയിലാണ്. എന്റെ ഒരു അറിവിലും എന്റെ ഒരു എക്സ്പീരിയൻസിലും ഒരു $60,000 താഴേക്ക് പോകാറില്ല. എപ്പോഴും അതിന് മേളിലേക്ക് പോകാറുള്ളൂ. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മാസ്റ്റർ ലെവൽ ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് $30,000 ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് 6 മന്ത് $30,000 എന്ന് പറയുമ്പോൾ ഒരു 25 lakhൽ താഴെ നിൽക്കും. അത് ഒരു PG പ്രോഗ്രാം US-ൽ ചെയ്യുന്നത്, ഇൻക്ലൂഡിംഗ് ഇപ്പം എന്റെ യൂണിവേഴ്സിറ്റിയാണ്, ഇൻക്ലൂഡിംഗ് നമ്മുടെ ലിവിംഗ് എക്സ്പെൻസ് കൂട്ടി ഒരു 30,000 ആവുള്ളൂ. അത് അടുത്ത നമ്മൾ 1 വർഷം പ്രോഗ്രാം അല്ലെങ്കിൽ 1.5 വർഷം പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത 6 മാസം കൊണ്ട് തന്നെ നമ്മളെ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. ഈ US ഭയങ്കര കോസ്റ്റ്ലി ആണെന്നാണ് പൊതുവെ ആൾക്കാരുടെ ഒരു വിചാരം.